നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ തന്നെ നിൽക്കുക, അതാ സേഫ്. പിന്നെ ഷോപ്പ് തുറക്കാൻ പറ്റില്ലെന്നാകുമ്പം പോവാം. അത്ര എളുപ്പമല്ല. കുറച്ചു കാലം നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും രണ്ടാളും. ഇതുവരെ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം നടന്നേ. എന്തെങ്കിലും ഒരു തുമ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, സൂക്ഷിക്കണം. ഇതിന് അത്ര മാർക്കറ്റ് വലിയ ഒന്നും ഉണ്ടാവില്ല. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, നല്ലവനാ, പറ്റിക്കല. ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിലിന് കൊടുക്കണം. അതൊക്കെ അപ്പ പറയണ പോലെ. പിന്നെ ഇതെല്ലാം കൂടെ എൻ്റെ തുരുത്തിലെ വെട്ടി കൊണ്ടുവയ്ക്കാം. അവിടെ സേഫ്, ആരും വരില്ല. എത്ര കഴുകിയിട്ടും പക്ഷെ പോണില്ലല്ലോ. നിങ്ങളിങ്ങനെ ഡസ്റ്റ് പഠിച്ച് നിൽക്കല്ലേ, എന്തെങ്കിലും കഴിക്കാം. വാ, ഒരുമിച്ച് കഴിക്കാം. വാ. വാ മക്കളെ, ഇരിക്കും. രാവിലെ മോനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ? എടാ മോനെ മനു, കഴിക്കാൻ പൊറോട്ടയും കറി കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. അല്ല, ഈ കേസും ബുക്കാറൊക്കെ തീർന്ന് ഇന്ന് കട തുറക്കാൻ പറ്റും? അറിയില്ല ഏട്ടാ. എടാ മനുവേ, നീ പുറത്തേക്ക് നോക്കൊക്കെ എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ചെല്ല് മക്കളെ, നിങ്ങളിപ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് മനസ്സിലാക്കിയൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. പിന്നല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ കഴിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ആരും അകത്ത് കയറ്റി വിടണ്ട. സാർ, എൻട്രി എക്സിറ്റ് ഒരേ വഴി കൂടിയാണ്. ഓഹോ സാർ, പിന്നെ കോൺക്രീറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. അവർ ഈ ആഴ്ച തുടങ്ങേണ്ടതാണ്. ഓഹോ. എനി എവിഡൻസ്? സാർ, സോളിഡ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നടന്ന ടൈം? സം ടൈം ബിറ്റ്വീൻ 11 and 4 AM. ഇവിടെ അടുത്ത് വലിയൊരു വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ഇതേ രീതിയിൽ മോഷണം നടത്തുന്നവരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. സർ. എമ്മോ കോൺവിക്സ്, പ്രത്യേകിച്ച് ഈ അടുത്ത് റിലീസായവർ. സർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലൂട്ട്? സർ, ബാങ്കിൽ 70 ലോക്കറുള്ള ഒരു സേഫ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. ആ റൂമിനകത്തുള്ള മറ്റു 2 സേഫ് തൊട്ടിട്ടില്ല. പിന്നെ ലോക്കറായതുകൊണ്ട് ചെറിയൊരു പ്രശ്നമാണ് സർ. എന്ത് പ്രശ്നം? കാര്യം ബാങ്കിന് അറിഞ്ഞുകൂടല്ലോ ലോക്കറിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓർമ്മ കാണണമെന്നില്ലല്ലോ സാർ. ഏകദേശം 26 കിലോ സ്വർണം, കുറച്ച് ഡയമണ്ട്, ഒരു 3.5 ലക്ഷം വരെ ക്യാഷ്, പിന്നെ കുറച്ച് ഫോറിൻ കറൻസി. ഇറങ്ങി 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 വന്നോണ്ടിരിക്കാം. ഓക്കെ. See, it's a grave situation. Sir. We have to find out who did this as soon as possible. Yes, sir. You make an investigation team and you give me the list tonight itself. Sir. Okay? നമുക്ക് ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. All right? Okay, sir.
ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? ആരെങ്കിലും കണ്ടോ? അറിയില്ല. ആ ആനി ചേച്ചി തരാനുള്ള കാശ് തന്നു. ഏത് കാശ്? അവർക്ക് വേണ്ടി കുറെ പണിയെടുത്തല്ലേ. ഇപ്പൊ കടയൊക്കെ കേസിലാന്നാ കേട്ടെ. ഇതൊക്കെ കിട്ടുവോ? അത് കിട്ടിയായിരുന്നു. എനിക്കിനി കുറെ നാള് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാനെങ്കിൽ ഇറങ്ങി പോരുവേ, പിന്നെ അവിടേക്ക് തിരിച്ചു കയറില്ല. എന്റെ സുമി, എടാ കുറച്ച് ദിവസം കൂടി. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? സാർ, നമ്മളയച്ച ക്രൈം കാർഡിന്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. അതേപോലെ മോഷ്ടിക്കുന്ന എമോ കോൺവിക്സിന്റെ ലിസ്റ്റും. സാർ, ഇത് ചുരുട്ട് അബു, പാലക്കാട് അഹല്യ ജ്വല്ലറി മോഷണം. ഇപ്പോഴും ആക്റ്റീവാണ്. തൃശ്ശൂർ ആറാട്ടുപുഴയിൽ താമസിക്കുന്നു. സാർ, ഇത് റെറ്റി, കാസർഗോഡ് ബാങ്ക് മോഷണം. 6 മാസം മുമ്പ് വിയൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങരംകുളത്ത് താമസിക്കുന്നു. സാർ, ഇത് സ്റ്റീഫൻ, കണ്ണൂർ ബാങ്ക് മോഷണം. 3-4 വർഷമായിട്ട് കേസൊന്നുമില്ല. കൊല്ലത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. ഇപ്പോൾ ആക്റ്റീവ് അല്ല. പിന്നെയുള്ള സാറേ മമ്മട്ടി വാസുദേവൻ. ഇയാൾ ഈ അമ്പലങ്ങളാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വിഗ്രഹം, ഭണ്ഡാരം, അങ്ങനെയൊക്കെ. മാവേലിക്കര ബാങ്ക് മോഷണത്തിൻ്റെ സമയത്ത് നമ്മുടെ റഡാർ പൊക്കി. ഇപ്പോൾ ഇടത്തുവയിൽ കൃഷിയൊക്കെ ആയിട്ട് കഴിയുന്നു. സാറേ, 4 പേരും ഇപ്പോൾ പുറത്തുണ്ട്. 4 പേർക്കും അലിബീസും ഉണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ സാർ. നല്ല തിരക്കിലാണോന്നാ പറയും. കുഴപ്പമില്ല, പറ, വിളിച്ചാരും പറ. ഓ, ഞാൻ കണ്ടോളാം. ശരി, ഇവരെ മാത്രമായിട്ട് ഒതുക്കണ്ട. പുതിയ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. സംശയാസ്പദമായിട്ട് ആരാ കണ്ടു കഴിഞ്ഞാലും ചെക്ക് ചെയ്യണം. സാർ, ആ 2 പെൺകുട്ടികൾ ആനി, ശില്പ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു. അവർ 2 പേരും കുറച്ച് നാളൊരു ഷെൽട്ടർ ഹോമിൽ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി. അതിനുശേഷം കുറച്ച് നാളൊരു ബ്യൂട്ടി പാർലറിൽ ജോലിയും ചെയ്തിട്ടുണ്ട്. ഷെൽട്ടർ ഹോം തൊട്ട് ഇവിടം വരെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഈ CCTV ചെക്ക് ചെയ്യുന്ന കാര്യം എന്തായി? അത് നോക്കുന്നുണ്ട് സാർ. പിന്നെ ആ കവലയിൽ ക്യാമറകൾ കുറവാണ്. ആ കവലയിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ CCTV ക്യാമും ചെക്ക് ചെയ്യണം. ഇത്രയും വലിയ ലൂട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഭാഗത്തൂടെ പോയ എല്ലാ വണ്ടികളും ലിസ്റ്റ് ചെയ്യും. അത് നമ്മൾ നോക്കുന്നുണ്ട് സാർ. ഇപ്പോൾ കൺട്രോൾ റൂമിൽ നിന്നുള്ള റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാം. സ്പീഡാക്കട്ടോ, സ്പീഡാക്ക്. ഷുവർ സാർ. കറിയും എടുത്തടി. അളിയോ, അളിയോ, വാ അടി. എന്തുവാ കറി? അളിയോ, അളിയൻ എന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഓ, എന്നാ മീൻകറിയാ എന്റെ ചേച്ചിയെ. പിന്നെ അതെ, ഇനിയിപ്പോൾ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെല്ലാം രക്ഷപ്പെടാം.